നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർത്തവ ക്രമക്കേടുകളെ കുറിച്ചാണ്. ഇതിന് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സാധാരണയായി പ്രായപൂർത്തിയായ ഒരു സ്ത്രീയിൽ 28 ദിവസം കൂടുമ്പോഴാണ് മെൻസ്ട്രേഷൻ വരേണ്ടത്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും വളരെ ചുരുക്കം പേരിൽ മാത്രം 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയിലായിട്ട് ഇതിന് വേരിയേഷൻസ് വരാറുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ സംഭവിക്കുകയും അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആർത്തവ ക്രമക്കേട് എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അമിതമായ വ്യായാമം, ഒരുപാട് യാത്രകൾ ചെയ്യുക, മാനസിക സമ്മർദ്ദങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഏതെങ്കിലും ലഹരികൾ ഉപയോഗിക്കുക, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഇത് തുടങ്ങി ധാരാളം കാരണങ്ങൾ കൊണ്ട് ആർത്തവ ക്രമക്കേടുകൾ സംഭവിക്കാം. ഇതിൽ പ്രധാനമായും സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ആണെങ്കിലോ ഇതുകൊണ്ട് അമിതമായിട്ടുള്ള വേദന, ശരീരക്ഷീണം, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതിന് ചികിത്സ എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി അഥവാ ഡിലേ ഉണ്ടാവുക, ദിവസത്തിൽ ഡിലേ ഉണ്ടാവുക, നേരത്തെ ആവുക, ഇതൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ ശ്രദ്ധിക്കാതെ വിടുന്നവരാണ് ഭൂരിപക്ഷം പേരും. PCOD എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു കണ്ടീഷനാണ് മെജോറിറ്റിയും ആളുകൾ ഫേസ് ചെയ്യുന്നത്. PCOD എന്ന് പറയുന്ന പ്രശ്നമുള്ള പലരിലും ഹെയർ ഗ്രോത്ത് അമിതമായിട്ടുണ്ടാകാം. ആണുങ്ങളിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ഇവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂടാതെ അമിതമായി വണ്ണം വെക്കുക, കഴുത്തിന് ചുറ്റുമായി പിഗ്മെന്റേഷൻസ് ഉണ്ടാകുക, അങ്ങനെ ധാരാളം സൗന്ദര്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. തുടക്കത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണിത്. PCOD ഉള്ളവരിൽ സിംറ്റംസ് പല രീതിയിലാണ് ഉണ്ടാകുന്നത്. മെനോറേജിയ അഥവാ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാം, പീരിയഡ്സിന്റെ ആബ്സെൻസ് അഥവാ അമിനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാം, അമിതമായിട്ടുള്ള വയറുവേദന, അങ്ങനെ ധാരാളം സിംറ്റംസ് ഇതിന് ഉണ്ടാകാം. PCOD ഉള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അമിനോറിയ അഥവാ ആബ്സെൻസ് ആണ് നിങ്ങളുടെ സിംറ്റം എന്നുണ്ടെങ്കിൽ പലരും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരാത്തത് കൊണ്ട് തന്നെ കെയർലെസ് ആയിട്ട് ഇത് വിടാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ അളവ് കൂടി ഫൈബ്രോയിഡ് പോലുള്ള വലിയ കണ്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ചികിത്സ എടുക്കുക. നിങ്ങളുടെ പീരിയഡ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രദ്ധിക്കുക. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഏറ്റവും അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നല്ലൊരു മാർഗ്ഗമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. പീരിയഡ്സിലെ വേരിയേഷൻ കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തൈറോയിഡിന്റെ വിഷയമുള്ളവർക്കും പീരിയഡ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 21 ദിവസം മുതൽ 35 ദിവസം വരെയുള്ള വേരിയേഷൻസ് വലിയ രീതിയിൽ പ്രശ്നമാക്കാതെ ചികിത്സ നൽകാതെ തന്നെ വിടാറുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇതിൽ നിൽക്കാത്ത പക്ഷം മാത്രമാണ് അതിന് ചികിത്സ എടുക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ പീരിയഡ്സിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടായതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോണൽ തെറാപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ലഹരിക്ക് അടിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ശീലം മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇതുകൂടാതെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക സമ്മർദ്ദവും അമിതമായിട്ടുള്ള സ്ട്രെസ്. ജോലിപരമായിട്ടാണെങ്കിലും പഠനപരമായിട്ടാണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നാണ് നിങ്ങളുടെ പീരിയഡ്സിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ തെറാപ്പികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മെഡിസിൻസ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്നതാണ്. ഇനി പറയുന്നത് സിദ്ധ ആയുർവേദ വിധിപ്രകാരം ചെയ്യാവുന്ന കുറച്ച് മരുന്നുകളുടെ പേരാണ്. ത്രിബലാതി ചൂർണം 1 ടീസ്പൂൺ എടുത്ത ശേഷം ശർക്കര മേമ്പൊടിയായി ചേർത്ത് രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു മരുന്നാണ്. കുമാരിയാസവം തുടങ്ങി ധാരാളം മരുന്നുകളും അവൈലബിൾ ആണ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത്. ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 15 മില്ലി എടുത്ത് ശർക്കര ചേർത്ത് വെറും വയറ്റിൽ രാവിലെ തുടർച്ചയായി 15 ദിവസം കഴിക്കുന്നതിലൂടെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പീരിയഡ്സിനെ കുറിച്ച് മെയിനായിട്ടും പറയാനുള്ളത്. നിങ്ങളുടെ പ്രശ്നം കണ്ടെത്തി ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.